ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. നിയമങ്ങൾ അറിഞ്ഞാണോ നമ്മൾ ഭൂമി വാങ്ങുന്നത്? നമ്മൾ ഭൂമി വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമിയുമായിട്ടുള്ള നിയമങ്ങളെയൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? വല്ല അബദ്ധങ്ങളിലൊക്കെ ചെന്ന് പെടാറുണ്ടോ? ആ അബദ്ധത്തിൽ പെട്ട് കുരുങ്ങിയിരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ജെയിംസ് ജോസഫ് സാർ നമ്മോട് സംസാരിക്കുന്നത്. സാർ ഡെപ്യൂട്ടി കളക്ടറായിരുന്നു, റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അനേകം ക്ലാസ്സുകൾ ഇതുപോലുള്ള വേദികളിൽ സാർ എടുത്തിട്ടുണ്ട്. ഒരു നല്ല കൺസൾട്ടന്റ് ആണ് ഭൂമിയെക്കുറിച്ച് അല്ലെങ്കിൽ റവന്യൂ സേവനങ്ങളെക്കുറിച്ച്. കോട്ടയം സ്വദേശിയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാം ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടുകൂടി ജെയിംസ് സാറിനെയും. ജെയിംസ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടി ഭൂമി സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ നമ്മൾ അറിയുക എന്നുള്ളതാണ്. ഭൂസാക്ഷരത, ഭൂമി നിയമങ്ങളുടെ സാക്ഷരത എന്നുള്ള വിഷയമാണ്. കാരണം ഒത്തിരി പേർക്ക് അബദ്ധം പറ്റുന്ന മേഖലയാണ് ഭൂമി കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന ആ ഒരു തകരാറുകൾ. ഒരുപക്ഷെ അവർക്കത് തിരിച്ചറിയാൻ പറ്റുകയില്ല. പലപ്പോഴും അതിനുള്ള ഒരു അറിവ് പലപ്പോഴും അവർക്കില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് അവിടെ നിക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ വാങ്ങി ഒരുപക്ഷെ അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ കഴിയുമ്പോഴോ, അല്ലെങ്കിൽ അത് കരമടയ്ക്കാനായിട്ട് വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോഴോ ആയിരിക്കും നമുക്ക് പറ്റിയ ഒരു അബദ്ധം നമ്മൾ തിരിച്ചറിയുന്നത്. ഞാൻ ഒത്തിരി ഭൂനിയമങ്ങളുണ്ട്. ഇതിനു മുമ്പുള്ള ഭൂനിയമങ്ങളെ കുറിച്ചെല്ലാം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ സ്പർശിക്കാത്ത ഒരു മേഖലയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. അതിതാണ് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഈ നിയമം സാധാരണക്കാരന്റെ ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പലപ്പോഴും നമുക്കറിയാം, ഭൂമിയുടെ റെക്കോർഡുകൾ എന്ന് പറയുന്നത്, ഒരു സാധാരണ പൗരന്റെ കയ്യിലുള്ള റെക്കോർഡുകൾ എന്ന് പറയുന്നത് ആ ഭൂമിയുടെ ആധാരം, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡാണ്, ഉടമസ്ഥാവകാശ രേഖയാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും അടുത്ത തലമുറകളിലേക്ക് അത് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതിപ്പം ചിലപ്പോൾ അത് മുന്നാധാരമായിട്ട് അതിലൊരു ധനനിശ്ചയാധാരമോ അല്ലെങ്കിൽ അതിന്മേലൊരു ഭാഗം ഉടമ്പടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മുന്നാധാരമായിട്ട് സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പ്രമാണങ്ങള് അല്ലെങ്കിൽ ഈ കരമടച്ച രസീതൊക്കെ വേണ്ടി വരുന്നത് പലപ്പോഴും ഒരു ബാങ്ക് വായ്പ എടുക്കാനായിട്ടൊക്കെ വരുമ്പോഴൊക്കെയാണ്. സ്ഥലം വിൽപ്പനയ്ക്കല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബാങ്ക് വായ്പയ്ക്ക് വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് കെട്ടിടം വെക്കാനായിട്ട് നമ്മൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ആ സത്യം അറിയുന്നത്. നമ്മുടെ ഭൂമി അത് നിലമായിട്ടാണ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഭൂമി റെക്കോർഡുകളിൽ നിലമായിട്ട് രേഖപ്പെടുത്തി നമ്മൾ ഇന്ന് വരെ അത് ശ്രദ്ധിച്ചിട്ടില്ല. കരമടച്ച രസീത് നമ്മൾ വാങ്ങുമ്പോഴൊക്കെ പലപ്പോഴും കരമടച്ച് കിട്ടിയെന്ന് ഒഴിച്ചാൽ ആ കരമടച്ച രസീതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ബഹുഭൂരിപക്ഷം ആൾക്കാരും, ചില ആൾക്കാർ അവരുടെ പേരിലല്ല കരമടയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഇതുപോലെയുള്ള അത്യാവശ്യ സന്ദർഭം നേരിടുമ്പോഴാണ്. ചിലപ്പോൾ അവരുടെ മരിച്ചുപോയ പിതാവിന്റെ പേരിലായിരിക്കും കരമടയ്ക്കുന്നത്. എന്നാ പിന്നെ ഏതായാലും പിതാവിന്റെ പേരിലല്ലേ, വേറെ ആരും കൊണ്ടുപോവുകയില്ലല്ലോ എന്ന് കരുതി സമാധാനത്തോടെ ചിലപ്പം കരമടയ്ക്കും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ആ വസ്തുവിന്റെ ഉടമ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന അവകാശിയുടെ പേരിൽ കരമടയ്ക്കണം. ഒരുപക്ഷെ അതിനുള്ള നടപടിയുടെ പേരാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. നമ്മൾ കൊണ്ട് കരമടച്ച കാര്യമില്ല. ആ കരമടയ്ക്കുന്ന ആളിന്റെ ആ തണ്ടപ്പേർ എന്നാണ് പറയുന്നത്. ഒരു വില്ലേജ് ഓഫീസിലെ റെക്കോർഡിൽ ഒരു ഭൂ ഉടമയ്ക്ക് ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഭൂ ഉടമയ്ക്ക് കൊടുക്കുന്ന നമ്പറിന്റെ പേരാണ് തണ്ടപ്പേർ നമ്പർ. ഭൂമിക്ക് കൊടുക്കുന്ന നമ്പറിന്റെ പേരാണ് സർവേ നമ്പർ. ഇതൊരിക്കലും മറക്കരുത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഭൂമിക്ക് കൊടുക്കുന്ന നമ്പറാണ് സർവേ നമ്പർ. ഭൂമിയുടെ ഉടമസ്ഥന് ഒരു വില്ലേജ് ഓഫീസിൽ കൊടുക്കുന്ന നമ്പറാണ് തണ്ടപ്പേർ നമ്പർ. ഇപ്പം തണ്ടപ്പേർ നമ്പർ ചിലപ്പോൾ മരിച്ചയാളുടെ പേരിലായിരിക്കും തണ്ടപ്പേർ ഉള്ളത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന അവകാശികളുടെ പേരിലാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കുന്നവരാണ് പലരും. ഏതാണ്ട് ഒരു 70% ആൾക്കാരെങ്കിലും ഇക്കാര്യമൊക്കെ ശ്രദ്ധിച്ചു പോകുന്നവരാണ്. പക്ഷെ ഇവർ ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ്, ആ കരമടച്ച രസീതിൽ ഭൂമി ഏത് തരമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 തരമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നുകിൽ നിലം അല്ലെങ്കിൽ പുരയിടം. പക്ഷെ നമ്മൾ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
പലപ്പോഴും നമ്മളറിയാം, എടാ എന്റെ പറമ്പ്, ഞാൻ അവിടെ വീട് വെച്ച് താമസിക്കുന്നു, ചെറിയൊരു വീട് അവിടെയുണ്ട്, അതുപോലെ തന്നെ നികന്നു കിടക്കുന്നു, 50 വർഷം പ്രായമായ മരങ്ങളും അവിടെയുണ്ട്. അപ്പം ഒട്ടും വെള്ളം കയറാത്ത സ്ഥലം, ഉയർന്ന സ്ഥലവുമാണ്. പിന്നെ ഞാനെന്തിനു പേടിക്കണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. പേടിക്കണം. നമ്മുടെ റെക്കോർഡുകളിൽ അങ്ങനെയാണെങ്കിൽ പോലും, നമ്മുടെ ഭൂമിയുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഭൂമിയുടെ തരം നിലവെന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചിലര് പറയാറുണ്ട്, എന്റെ ആധാരത്തിൽ പുരയിടമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഒരു കാര്യവുമില്ല. ആധാരത്തിൽ പുരയിടമെന്ന് എഴുതിയാൽ ഒരു കാര്യമല്ല. വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ 3 റെക്കോർഡുകളാണുള്ളത്. വില്ലേജ് ഓഫീസിൽ നമുക്കറിയാം, തണ്ടപ്പേർ രജിസ്റ്റർ എന്ന് പറയും. ഭൂ ഉടമസ്ഥരെ സംബന്ധിക്കുന്ന രജിസ്റ്ററാണ് തണ്ടപ്പേർ രജിസ്റ്റർ. അതുപോലെ തന്നെ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള രജിസ്റ്ററാണ് BTR, ബേസിക് ടാക്സ് രജിസ്റ്റർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ പടം ഉൾപ്പെടുന്ന രജിസ്റ്ററാണ്, സ്കെച്ച് ഉൾപ്പെടുന്ന രജിസ്റ്ററാണ് FMB എന്ന് പറയും, ഫീൽഡ് മെഷർമെന്റ് ബുക്ക് എന്ന് പറയും. അപ്പം വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ, പ്രത്യേകിച്ച് ഈ തണ്ടപ്പേർ രജിസ്റ്ററിലും BTRലും ഒക്കെ നമ്മുടെ ഭൂമിയുടെ തരം, നമ്മൾ പുരയിടമായിട്ടാണ് നമ്മുടെ ഭൂമി സംരക്ഷിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഭൂമിയുടെ തരം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അല്ലെങ്കിൽ അവസാന നിമിഷമായിരിക്കും നമ്മൾ അപകടം തിരിച്ചറിയുന്നത്. അപ്പൊ അവിടെ നിലവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ നിലം എന്ന് പറയുന്ന ആ കാറ്റഗറിയെ നമുക്ക് പുരയിടം ആക്കി മാറ്റേണ്ടതുണ്ട്. പക്ഷെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ നീണ്ട പ്രോസസ്സാണ്. 2 വർഷമൊക്കെ പലപ്പോഴും എടുക്കാറുണ്ട്. നിലം എന്ന് പറയുന്ന കാറ്റഗറി പുരയിടം എന്ന കാറ്റഗറിയിലേക്ക് തരം മാറ്റി എടുക്കുക എന്നുള്ളത് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അപേക്ഷ നൽകി ആണ് ആ പ്രക്രിയ നടക്കുന്നത്. 2 വർഷം എടുക്കും. അപ്പോഴാണ് വീട് വെക്കാനായിട്ട് ലോണും എല്ലാം പാസ്സായിട്ടാണ് ഒരാൾ ഓടുന്നത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, മക്കളെ വിദേശത്തേക്ക് വിടാനായിട്ട് വായ്പ എടുക്കാനായിട്ടൊക്കെ ബാങ്കിൽ ചെല്ലുമ്പോഴാണ്, മക്കൾക്ക് വിസ കിട്ടണം, 20 ലക്ഷം രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ കൊടുക്കണം. നമ്മൾ ഓർക്കും ആധാരം കയ്യിലുണ്ടല്ലോ. അത് വായ്പ എടുക്കാനായിട്ട് നമ്മൾ ഓടി ചെല്ലുമ്പോഴാണ് ബാങ്ക് മാനേജർ പറയുന്നത്, ആധാരത്തിലല്ല, കരമടച്ച രസീതിൽ അല്ലെങ്കിൽ കൈവശ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ സ്ഥലം നിലമായിട്ടാണ് കിടക്കുന്നത്, വായ്പ തരാൻ പാടില്ല എന്ന് പറയും. എത്ര പേരാണെന്നറിയാം സങ്കടപ്പെടുന്നത്. മകളെ കെട്ടിക്കാൻ നേരത്ത്, മകളെ കെട്ടിച്ചയക്കാൻ ആവശ്യമായിട്ടുള്ള പണം, വിവാഹ ചെലവിനും ഒക്കെ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ നേരത്തെ തന്നെ ചിന്തിക്കും, ആ സമയമാകുമ്പോൾ പോയി ബാങ്കിൽ പോയി പണയം വെച്ചാൽ മതിയല്ലോ. പക്ഷെ ബാങ്കിൽ പിന്നെ ആ അത്യാവശ്യ സമയത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത്, നിങ്ങളുടെ വില്ലേജിലെ റെക്കോർഡുകളിൽ നിങ്ങളുടെ സ്ഥലം, പുരയിടമായിട്ട് കാണപ്പെടുന്ന നിങ്ങളുടെ സ്ഥലം നിലമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മകളുടെ വിവാഹമാണ് 2 മാസത്തിനകം. പക്ഷെ 2 വർഷം എടുക്കുന്ന 2 വർഷം വരെ നീളുന്ന ഒരു പ്രക്രിയയിൽ കൂടിയേ തരം മാറ്റി എടുക്കാൻ പറ്റുകയുള്ളൂ. എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് ഹതാശരായിട്ട് കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്കത് സംഭവിക്കരുത്. അതുകൊണ്ട് നമ്മൾ 2008 നെൽവയൽ തണ്ണീർത്തട നിയമത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഭൂമിയുടെ തരം കരമടച്ച രസീതിൽ, നിങ്ങളുടെ സ്ഥലം പുരയിടമാണെങ്കിൽ, 10 സെന്റ് സ്ഥലത്ത് വീടും വെച്ച് കഴിയുന്ന ആളാണെങ്കിൽ ആധാരത്തിൽ ചിലപ്പോൾ അത് പുരയിടമായിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വില്ലേജ് ഓഫീസിലെ റെക്കോർഡിൽ, പ്രത്യേകിച്ച് നമ്മുടെ കരമടച്ച രസീതിൽ അതിന്റെ തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുരയിടമാണെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ അത്യാവശ്യ സമയത്ത് നമ്മുടെ ഭൂമി നമുക്ക് ഉപകരിക്കുകയില്ല. രണ്ടാമതായിട്ട് നമ്മൾ ഇനി നമുക്ക് ഈ ഭൂമിയുടെ തരം മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു അനുഭവം ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാവോ? ഒരാളെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം ഒന്ന് പങ്കുവെക്കാവോ? സാറേ, പുരയിടമായിട്ടിരുന്നത് ഇപ്പൊ തോട്ടമായി കിടക്കും. അത് കിഴക്കായതുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറ്റിയില്ല. ഇതും സംഭവിക്കാറുണ്ട്. അതായത് പുരയിടമായിട്ട് കിടക്കേണ്ട സ്ഥലം ചിലപ്പോൾ നിലത്തിന് പകരം തോട്ടമായിട്ട് കിടക്കുന്നു. ഇതും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് വായ്പ കിട്ടാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോട്ടം 2 തരത്തിലുണ്ട്. സാധാരണ നമ്മൾ തോട്ടം എന്നുള്ള കാറ്റഗറിയിൽ എഴുതും. അതുപോലെ തന്നെ ഈ മിച്ചഭൂമിയിൽ നിന്ന്, പഴയ കാലത്ത് മിച്ചഭൂമിയിൽ നിന്ന്, കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം മിച്ചഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ആ സ്ഥലം 1964 അത് തോട്ടമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയാണെങ്കിൽ ആയിരക്കണക്കിന്, 10,000 ഹാരിസൺ പ്ലാന്റേഷൻ ഒക്കെ നമുക്കറിയാം, 10,000 ഏക്കർ സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട്.
അത് നമ്മൾ മിച്ചഭൂമിയായിട്ട് എടുക്കുകയല്ല. പക്ഷെ ഒഴിവാക്കുമ്പോൾ ഒരു വ്യവസ്ഥയോട് കൂടിയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് ആ ഭൂമിയുടെ തോട്ടത്തിന്റെ സ്വഭാവം അഭംഗുരം പരിരക്ഷിക്കണം. റബ്ബർ തോട്ടമാണെങ്കിൽ റബ്ബറായിട്ട് തന്നെ അത് പരിപാലിക്കപ്പെടണം. കശുമാവിൻ തോട്ടം കശുമാവായിട്ട് തന്നെ പരിപാടി. ആ വിളകൾ മാറ്റാൻ പോലും നമുക്ക് അനുവാദമില്ല. അവിടെ നിർമ്മാണ പ്രക്രിയകൾ പോലും നടത്താൻ പറ്റുകയില്ല. നേരത്തെ ഇപ്പൊ എന്നോട് പറഞ്ഞ പ്രകാരം തോട്ടമായിട്ടാണ് ഭൂമി രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അത് നമ്മൾ അപേക്ഷ കൊടുത്ത്, അത് താലൂക്ക് ഓഫീസിലാണ് അപേക്ഷ കൊടുത്ത് അത് ആ ഭൂമിയുടെ തരം നമ്മൾ മാറ്റേണ്ടത്. അത് കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള നടപടികളാണ് അവിടെ സ്വീകരിക്കേണ്ടത്. സാർ എന്താണ് സ്വീകരിച്ചത് പറയൂ? ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് തരം മാറ്റിയോ? അത് മാറ്റിയിട്ട് സാറേ, തിരക്കായതുകൊണ്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം, അതും ഈ ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മേഖലയാണ്. ചിലപ്പോൾ അത് തെറ്റിപ്പോയതായിരിക്കും. അതായത് പലപ്പോഴും ഈ തിരുവിതാംകൂർ മേഖലകളിലൊക്കെ മറ്റു മേഖലകളിൽ നിന്ന് വന്ന സർവേയർമാരൊക്കെ റീസർവേ നടത്തി കഴിഞ്ഞപ്പോൾ അവര് നോക്കിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ റബ്ബർ നിൽക്കുന്നു. അതുകൊണ്ട് സ്ഥലത്തിന്റെ തരം അവരുടെ അറിവില്ലായ്മ കൊണ്ട് തോട്ടം എഴുതി പോയിട്ടുണ്ട് ഒത്തിരി കേസുകള്. അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്തി, ഭൂമി കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, ഭൂമിയുടെ റെക്കോർഡുകളിലെ തെറ്റുകൾ തിരുത്തി നമ്മളത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് ഉപകരിക്കാതെ വരും. അപ്പം ഇന്ന് നമ്മൾ ഈ ഭൂമിയുടെ തരം, ഈ രണ്ട് കാര്യത്തിൽ നമ്മളെ ഭൂമിയുടെ തരം ശരിയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇതിപ്പോ ഞാൻ നിലവും പുരയിടവും തമ്മിലുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിലവായിട്ട് നമ്മൾ കണ്ടെത്തി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിലും നിലവായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ തരം മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള ആ പ്രദേശത്തെ ഭൂമിയുടെ തരം സംബന്ധിച്ചിട്ടുള്ള രജിസ്റ്റർ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ആ രജിസ്റ്റർ എന്ന് പറയുന്ന പേരാണ് ഡേറ്റ ബാങ്ക്. ചില പഞ്ചായത്തിന്റെ വെബ്സൈറ്റിലൊക്കെ ആ പഞ്ചായത്തിലെ ഡേറ്റ ബാങ്ക് പ്രസിദ്ധീകരിച്ച് കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും ലിസ്റ്റാണ് അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്രകാരം നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിനെയാണ് നമ്മൾ പറയുന്ന ഡേറ്റ ബാങ്ക്. ഭൂമിയുടെ ഡേറ്റ ബാങ്കാണ്. അപ്പൊ ആ ഡേറ്റ ബാങ്ക് നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് നമ്മുടെ സ്ഥലം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ നമ്മുടെ സർവേ നമ്പർ എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. കരമടച്ച രസീതിലെ സർവേ നമ്പർ വെച്ചാണ് നമ്മൾ അത് പരിശോധിക്കേണ്ടത്. കരമടച്ച രസീതിലെ സർവേ നമ്പർ നോക്കിയിട്ട് ഈ സർവേ നമ്പർ നമ്മുടെ ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ ഡാറ്റാ ബാങ്കിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാറ്റാ ബാങ്കിൽ നിന്നും അത് ഒഴിവാക്കി എടുക്കണം. കാരണം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ഒരിക്കലും നമുക്ക് ഇതുപോലെ പണയം വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനത്തിനോ അത് അല്ലെങ്കിൽ മറ്റ് പെർമിറ്റുകളൊക്കെ ലൈസൻസുകളൊക്കെ എടുക്കാനോ ഒന്നും നമുക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് വരും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒന്നാമതായിട്ട് നടത്തേണ്ട പരിശോധന, നിലമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമതായിട്ട് നടത്തേണ്ട പരിശോധന ഇത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഡാറ്റാ ബാങ്ക് 3 സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. വില്ലേജ് ഓഫീസിൽ കാണും, കൃഷിഭവനിൽ കാണും, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കാണും, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ സ്ഥലം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഫസ്റ്റ് ഫേസ്. ഡാറ്റാ ബാങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് നമ്മൾ അപേക്ഷിക്കുക വേണ്ടത്. ആ പ്രദേശത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ നമ്മുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് കിട്ടും. കാര്യം എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുരയിടമായിട്ടാണ് കിടക്കുന്നത്, നെൽവയലല്ല. ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് നെൽവയലിന്റെ തണ്ണീർത്തടങ്ങളുടെ ലിസ്റ്റാണ്. അവിടെ തെറ്റായിട്ട് കയറി കൂടിയതാണ്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഭൂമി പുരയിടമായതുകൊണ്ട്, ഡ്രൈ ലാൻഡ് ആയതുകൊണ്ട്, ചിലപ്പോൾ നമ്മളവിടെ വീട് വെച്ചിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ധാരാളം വൃക്ഷങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് 2008 നമ്മുടെ ഈ നിയമം വന്നത്. 2008 ശേഷം 2008 പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. 2008 അത് നികന്നു കിടന്ന പുരയിടമാണ് എങ്കിൽ, 2008 മുതൽ എങ്കിലും അത് നികന്നു കിടന്ന പുരയിടമാണ് എങ്കിൽ നമ്മളത് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനായിട്ട് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭൂമിക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഉറപ്പുവരുത്തണം.
നമ്മുടെ സ്ഥലത്തിന് കൃത്യമായിട്ടുള്ള അതിർത്തി ഉണ്ടോ, നമ്മൾ അപേക്ഷിക്കുന്ന സ്ഥലത്തിന് കൃത്യമായിട്ടുള്ള അതിർത്തി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഭൂമിയുടെ കരമടച്ച രസീത്, രണ്ടാമതായിട്ട് ഭൂമിയുടെ ആധാരത്തിന്റെ കോപ്പി, മൂന്നാമതായിട്ട് ഭൂമിയുടെ കൈവശ സർട്ടിഫിക്കറ്റ്, നാലാമതായിട്ട് ഈ ഭൂമിയുടെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന വലിയൊരു ബുക്കാണ്. അവിടെ ഭൂമി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസക്ത ഭാഗത്തിന്റെ പേജിന്റെ പകർപ്പ്. അത് കൃഷി ഭവനിൽ നിന്ന് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അവര് കോപ്പി എടുത്ത് നമുക്ക് തരും. ഇത്രയും ലിസ്റ്റ് ഇത്രയും വിവരങ്ങൾ നമ്മൾ ഈ 4 കൂട്ടം സാധനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഓൺലൈനായിട്ട് അക്ഷയ മുഖേന നമുക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. revenue.kerala.gov.in വെബ്സൈറ്റിൽ കൂടിയാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. ഒരിക്കലും ഒരു ഓഫീസിൽ അപേക്ഷ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും സാധനങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അത് കൃഷി ഓഫീസർക്ക് അയക്കും. കൃഷി ഓഫീസർ എന്ന് പറയുന്നത് ഒരു സമിതിയുടെ, ഇത് പരിശോധിക്കാൻ നിയുക്തമായിട്ടുള്ള സമിതിയുടെ കൺവീനറാണ്. പ്രാദേശിക നിരീക്ഷണ സമിതി എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റാണ് ചെയർമാൻ. വില്ലേജ് ഓഫീസർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലത്തെ പ്രമുഖരായിട്ടുള്ള 2 കർഷകരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഈ സമിതിയാണ് ഇത് പരിശോധിക്കുന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസർക്ക് അയച്ചു കഴിഞ്ഞാൽ കൃഷി ഓഫീസർ ഇതുപോലെയുള്ള പരിശോധനകളെല്ലാം പൂർത്തീകരിച്ച് ഇത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല, 2008 ഇത്രയാണ് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. 2008 ഇത് നികന്ന സ്ഥലമാണോ, ഇതാണ് ഒന്നാമതായിട്ട് നോക്കുന്നത്. ഇനി നികന്ന സ്ഥലമല്ല, താന്ന് കിടക്കുന്ന നിലം പോലെ കിടക്കുന്നതാണെങ്കിൽ രണ്ടാമതായിട്ട് നോക്കുന്നത് ഇതൊരു കൾട്ടിവബിൾ പാഡി ലാൻഡ് ആണോ, നെൽകൃഷിക്ക് യോഗ്യമായിട്ടുള്ള സ്ഥലമാണോ. മൂന്നാമതായിട്ട് നോക്കുന്നത് ഇത് തരം മാറ്റിയാൽ ഇത് ആ മറ്റു പ്രദേശത്തെ ഈസ്മെന്റിനെ ബാധിക്കുക, നീരൊഴുക്കിനെ ബാധിക്കുക എന്നുള്ളതാണ്. ബാങ്കിൽ തെറ്റായിട്ട് കയറിക്കൂടിയതാണ് എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ട് പരിഗണിച്ച് റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഉത്തരവ് കൊടുക്കും, ഈ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷെ ഭൂമിയുടെ തരം പുരയിടമായിട്ട് തന്നെയായിരിക്കും, അല്ല നിലവായിട്ട് തന്നെയായിരിക്കും കരമടച്ച രസീതി കിടക്കുന്നത്. ഈ പ്രക്രിയ കഴിയുമ്പോഴാണ് ഫേസ് 2, രണ്ടാമത്തെ ഫേസ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ സ്ഥലം നമ്മൾ തരം മാറ്റിയെടുക്കണം. തരം മാറ്റുക എന്ന് പറഞ്ഞാൽ നിലം എന്നുള്ളത് പുരയിടം എന്ന് നമ്മൾ മാറ്റണം. പക്ഷെ നമ്മൾ അപേക്ഷ കൊടുത്തതിന് തരം ഒരിക്കലും നിലമായിട്ട് രേഖപ്പെടുത്തിയ വസ്തു പുരയിടം എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തി കിട്ടുകയില്ല. പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, സ്വഭാവ വ്യതിയാനം വരുത്തിയ നിലം എന്നുള്ള ഒരു കാറ്റഗറി പെടുത്തിയാണ് കിടക്കുന്നത്. അത് ഈക്വലന്റ് പുരയിടം എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആണ്. അപ്പൊ അത്തരത്തിൽ ഒരു പരാമർശം എഴുതി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ, കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ, കരമടച്ച രസീത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ട് കൃഷിയോഗ്യമാണ്, ലോൺ എടുക്കാം. അതുപോലെയുള്ള മറ്റ് പെർമിറ്റുകളൊക്കെ കൃഷിയോഗ്യമല്ല, വീട് വെക്കാൻ യോഗ്യമാണ്, പെർമിറ്റ് കിട്ടും, ലൈസൻസുകളൊക്കെ കിട്ടും. അപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതിന് നമ്മൾ രണ്ടാമത്തെ ഫേസിൽ, ആദ്യത്തെ ഫേസ് നമ്മൾ അപേക്ഷിക്കുന്നത് ഫോറൻ നമ്പർ 5-ലാണ് റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അയക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഫേസിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ തന്നെയാണ് തരം മാറ്റാനായിട്ട് തീരുമാനം എടുക്കുന്നത്. അന്നേരം നമ്മൾ പ്രധാനമായിട്ടും അപേക്ഷിക്കുന്നത് ഫോറൻ നമ്പർ 6, ഫോറൻ നമ്പർ 7 എന്ന് പറയുന്ന 2 ഫോറത്തിലാണ്. നമ്മുടെ സ്ഥലം 50 സെന്റിൽ താഴെയാണെങ്കിൽ ഫോറൻ നമ്പർ 6-ലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. 50 സെന്റിൽ കൂടിയ സ്ഥലമാണ് നമ്മൾ തരം മാറ്റി എടുക്കുന്നതെങ്കിൽ ഫോറൻ നമ്പർ 7-ലാണ് അപേക്ഷിക്കേണ്ടത്. ഇപ്രകാരം നമ്മൾ അപേക്ഷിക്കുമ്പോൾ റവന്യൂ ഡിവിഷൻ അതിന്റെ കൂടെ തന്നെ സ്ഥലത്തിന്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ കരമടച്ച രസീത്, കൈവശ സർട്ടിഫിക്കറ്റുകളെ മറ്റൊരു ആദ്യം നമ്മൾ അപേക്ഷിച്ചിട്ടില്ലാത്ത ഒരു ഡോക്യുമെന്റ് കൂടി, അതായത് സ്ഥലത്തിന്റെ സ്കെച്ച്, ഒരു ലൈസൻസ് ഉള്ള സർവേയർ വരച്ച സ്കെച്ച് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് റവന്യൂ ഡിവിഷൻ ഓഫീസർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ റവന്യൂ ഡിവിഷൻ ഓഫീസർ അത് സ്ഥലത്തെ വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുക്കും.
വില്ലേജ് ഓഫീസർ ഈ പരിശോധനയെല്ലാം നടത്തി അത് പുരയിടമായിട്ട് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യനെയർ ഉണ്ട്, അത് ഫില്ല് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കി റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അത് തരം മാറ്റാനുള്ള ഉത്തരവ് നൽകും. റവന്യൂ ഡിവിഷണൽ ഓഫീസർ തരം മാറ്റാനുള്ള ഉത്തരവ് നൽകി 48 മണിക്കൂറിനകം സ്ഥലത്തെ ഭൂരേഖ തഹസിൽദാർ അത് തരം മാറ്റിക്കൊണ്ട് അപേക്ഷകന് കരമടച്ച രസീത് നൽകാനായിട്ട് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുന്നതോടെ ഈ പ്രക്രിയ പൂർണ്ണമായി. പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം എളുപ്പമാണ്, പക്ഷേ പലപ്പോഴും വർഷങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് ഈ തരം മാറ്റം എന്ന് പറയുന്നത്. കാരണം 25 സെന്റിൽ അധികമുള്ള ഭൂമി, 25 സെന്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ഭൂമി തരം മാറ്റുന്നതിന് അതിന്റെ തൊട്ടടുത്തുള്ള പുരയിടത്തിന്റെ ഫെയർ വാല്യൂവിന്റെ 10% ഫീസായിട്ട് അടയ്ക്കണം. ഇതൊരു വലിയ തുകയായിരിക്കും പലപ്പോഴും. ഈ അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം കൂടി ഇതാണ്. കൈ കാശില്ലാതെ ലോൺ എടുക്കാനായിട്ട് അപേക്ഷ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സ്ഥലം നിലവാണെന്ന് അറിയുന്നത്. എന്നാൽ പിന്നെ തരം മാറ്റാമെന്ന് കഴിയുമ്പോഴാണ് ഇത്രയും ഭീമമായിട്ടുള്ള ഫീസ് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. കാശില്ലാഞ്ഞിട്ടാണ് ലോൺ എടുക്കാനായിട്ട് പോയത്, പക്ഷെ തരം മാറ്റാനായിട്ട് പിന്നീട് പോകേണ്ടി വരുമ്പോഴാണ് അറിയുന്നത് വലിയൊരു തുക ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള നിയമത്തിലുള്ള അജ്ഞത ഒരാളുടെ ജീവിതത്തെ തന്നെ, അയാളുടെ മക്കളുടെ ജീവിതത്തെ തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ നിയമം. ഈ നിയമത്തിന്റെ മുന്നിൽ കുടുങ്ങി കിടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. 25 സെന്റിൽ താഴെയാണെങ്കിൽ സൗജന്യമായിട്ട് തരം മാറ്റാം, പക്ഷെ 25 സെന്റിൽ കൂടുതലാണെങ്കിൽ 10% തൊട്ടടുത്തുള്ള പുരയിട വസ്തുവിന്റെ ഫെയർ വാല്യൂവിന്റെ 10% ഫീസായിട്ട് കൊടുക്കണം. 1 ഏക്കറിൽ കൂടുതലാണെങ്കിൽ 20% ഫീസായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 50 സെന്റിൽ കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ സ്ഥലവും തരം മാറ്റി കിട്ടുകയില്ല. 55 സെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, അതിന്റെ 10%, 55 സെന്റിന്റെ 10% എന്ന് പറയുന്ന 5.5 സെന്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം മാത്രമേ തരം മാറ്റി കിട്ടുകയുള്ളൂ. ഈ 5.5 സെന്റ് നമ്മൾ ജലസംരക്ഷണ നടപടികൾക്ക് വേണ്ടി നീക്കി വെക്കണം. അതൊരിക്കലും തരം മാറ്റി കിട്ടുകയില്ല. അതിന് ഫീസും അടയ്ക്കണ്ട, ബാക്കി സ്ഥലത്തിന് മാത്രം ഫീസ് അടച്ചാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2017 ശേഷം ചിലപ്പോൾ 2017 ഡിസംബറിൽ ഒന്നായിട്ട് കിടക്കുന്നതായിരിക്കും ചിലപ്പം 1 ഏക്കർ സ്ഥലം. 5 മക്കൾക്ക് അത് 20 സെന്റ് വീതം കിട്ടി. 20 × 5 1 ഏക്കർ നമുക്കറിയാം. പക്ഷെ 20 സെന്റ് നമ്മൾ പിന്നീട് തരം മാറ്റാനായിട്ട് ചെല്ലുമ്പം അതിന് ഫീസ് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം 2017 സ്റ്റാറ്റസ് ആണ് പരിഗണിക്കുന്നത്. 2017 ഡിസംബറിലെ സ്റ്റാറ്റസ് ആണ് പരിഗണിക്കുന്നത്. 2017 ഡിസംബറിൽ ഒന്നായിട്ട് കിടക്കുന്ന ഭൂമി അതിനുശേഷം മറ്റൊരാൾ മുറിച്ച് മാറിങ്ങിറ്റിയാലും അത് ചിലപ്പോൾ 5 സെന്റ് ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫീസ് അടയ്ക്കണം. അപ്പൊ ഇത്ര സങ്കീർണമായിട്ടുള്ള പ്രക്രിയയിൽ കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയും അതുപോലെ തന്നെ 1967 ഇത് സൗജന്യമായിട്ട് തരം മാറ്റാവുന്ന സാഹചര്യം എന്ന് പറയുന്നത് 25 സെന്റ് താഴെ ആയിരിക്കണം 2017 ഡിസംബറിലെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ 1967 മുമ്പ് നമ്മൾ ഇത് പുരയിടമായിട്ട് കിടന്ന ഭൂമിയാണെങ്കിൽ അത് എത്രമാത്രം വിസ്തീർണം ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ തരം മാറ്റം നമുക്ക് സൗജന്യമാണ്. ചില 1967 മുമ്പ്. മുമ്പ് വീട് നിലനിന്നിരുന്ന സ്ഥലം, 1967 വൃക്ഷങ്ങൾ നിലനിന്നിരുന്ന സ്ഥലം, നികന്നു കിടന്ന സ്ഥലം, 1967 മുമ്പ് നികന്നു കിടന്നതാണെന്ന് സാക്ഷിമൊഴികൾ ഉള്ള സ്ഥലം, ഇതെല്ലാം സൗജന്യമായിട്ട് തരം മാറ്റും. ഇത് 2023 67 എന്ന് പറയുമ്പം 70, 50, 55 വർഷം മുമ്പ്.
നികന്നു കിടന്നിരുന്ന സ്ഥലമാണ്, പണ്ട് മുതലേ നികന്നു കിടന്നതാണെങ്കിൽ അത് ചിലപ്പോൾ ഈ ആധാരത്തിൽ വസ്തുവിന്റെ പ്രമാണം പരിശോധിച്ച് 67 ഉള്ള ഈ പ്രമാണങ്ങളൊക്കെ പരിശോധിച്ച് മുന്നാധാരം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിൽ ചിലപ്പോൾ പരാമർശിക്കും നിലനികത്ത് സ്ഥലം, നിലനികത്ത് പുരയിടം എന്നൊക്കെ അതിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെളിവായിട്ട് എടുത്ത് സൗജന്യമായിട്ട് നമുക്ക് തരം മാറ്റി കൊടുക്കും. പൊതുവെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ കൈവശം കരമടച്ച രസീത് ഉണ്ടെങ്കിൽ, ഞാൻ കരമടയ്ക്കുന്നു എന്ന് കരുതി നമ്മുടെ ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ദുരന്തം വരുത്തി വെക്കും. കാരണം അവരുടെ ആവശ്യത്തിന് ഉപകരിക്കുകയല്ല. വിദ്യാഭ്യാസ വായ്പ എടുക്കാനായിട്ട് സമയത്തോടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് സ്ഥലം നിലവായിട്ടാണ് കിടക്കുന്നത്. 2 വർഷത്തെ ഒരു പ്രക്രിയയിൽ കൂടി മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. മക്കളുടെ ഭാവി അടഞ്ഞു പോകും. അതുപോലെ തന്നെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കുന്നവരുണ്ട്. അന്നേരമാണ് ഈ വിവരം അറിയുന്നത്. അതുപോലെ തന്നെ ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നവരുണ്ട്. അവസാന നിമിഷമാണ് ഈ ന്യൂസ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഈ നിയമത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും ഞാൻ ഏകദേശ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് സമയത്തും അത് പണമാക്കി മാറ്റാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വർണം പോലെ തന്നെ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്ന, വായ്പ എടുക്കാമെന്ന് നമ്മൾ ആശ്വസിക്കുന്ന നമ്മുടെ ഒരു അസറ്റാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ റെക്കോർഡുകൾ കുറ്റമറ്റ രീതിയിൽ നമ്മളത് സംരക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് അത് സമയത്ത് ഉപകരിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ഈ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പോലും ഇതിനുള്ള ഒരു ട്രെയിനിങ്, അവബോധം കുട്ടികൾക്ക് കൊടുക്കണം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളും പൊതു സംഘടനകളും റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഈ കാര്യത്തിലൊക്കെ നല്ല രീതിയിലുള്ള അവബോധം സിറ്റിസൺസിന് കൊടുക്കണം. ഇത് നിലവായിട്ട് കിടക്കുന്ന പേര് മാത്രമല്ല, കരമടയ്ക്കുന്ന വ്യക്തി എന്റെ പേര് തന്നെയാണോ, അല്ലെങ്കിൽ എന്റെ കൂടെ തെറ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് കയറി വന്നിട്ടുണ്ടോ? ഇതൊക്കെ കുഴപ്പമില്ല എന്നും പറഞ്ഞിരിക്കും. പക്ഷെ നമ്മളൊരു വായ്പ എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സോ 2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ മെസ്സേജായിട്ട് നൽകുന്നത്. നമ്മുടെ വസ്തു ക്ലീൻ ആയിരിക്കണം. ഭൂമിയിൽ ഭൗതികമായിട്ട് കാഴ്ചയിൽ അത് ക്ലീൻ ആയിരിക്കണം. ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള അതിർത്തി ഉണ്ടായിരിക്കണം. ആപൽക്കരമായിട്ടുള്ള വൃക്ഷങ്ങളൊന്നും, അയൽക്കാരന് ശല്യമായിട്ടുള്ള വൃക്ഷങ്ങൾ അവിടെ വളർത്തരുത്. അതുപോലെ തന്നെ അത് ശുചിയായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്ക് നിങ്ങൾക്കെതിരെ കേസെടുക്കാനും പറ്റും, നിങ്ങൾക്ക് പിഴയീടാക്കാൻ പറ്റും. പാമ്പും തവളയും മറ്റു ക്ഷുദ്രജീവികളും എലികളും ഒക്കെ കയറുന്ന അവരുടെ വിഹാര രംഗമായിട്ട്, പ്രത്യേകിച്ച് NRIസിന്റെ സ്ഥലമാണ് ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത്. കാരണം നോക്കാനില്ല, പള്ള കയറി കാട് പിടിച്ച് മറ്റുള്ള അയൽക്കാർക്ക് ശല്യമായിട്ട് കിടക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിഴ ശിക്ഷ പഞ്ചായത്തിൽ നിന്നും ക്ഷണിച്ചു വരുത്തും. ആപൽക്കരമായിട്ടുള്ള വൃക്ഷങ്ങൾ വളർത്തുന്നതും അയൽക്കാരന് ദോഷകരമായിട്ടുള്ള വിധത്തിൽ ആ കമ്പ് ഒടിഞ്ഞു വീണ്, അതിന്റെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ്, അല്ലെങ്കിൽ മരം വീണ് അയൽക്കാരന് വസ്തുവിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ, അയാളുടെ ജീവനും സ്വത്തിനും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ ഭൂമി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ അതിർത്തി കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതിർത്തി ഉണ്ടായിരിക്കണം. കല്ലിട്ട് അതിർത്തി ഉണ്ടാക്കണം. വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ മതിൽ കെട്ടണം. മതിൽ കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ വേലി കെട്ടണം. വേലി കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ കല്ലുകൾ നാട്ടി കൃത്യമായിട്ട് അതിന്റെ സ്ഥാനം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഈ കല്ലുകൾ നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ സാർ. സാർ, ഈ അതിർത്തി വ്യക്തമല്ലാതെ കിടക്കുന്നതിന്റെ അത് നിർണയിച്ചു തരാനുള്ള അധികാരി ആരാണാവോ? നല്ല ചോദ്യമാണ്. അതിർത്തി നിർണയിച്ചു അതിർത്തി വ്യക്തമല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം അത് നിർണയിച്ചു തരാനുള്ള അധികാരി ആരാണെന്നുള്ളത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാം. കാരണം സ്വന്തം അതിർത്തി കൃത്യമായിട്ട് ആദ്യം നിർണയിക്കേണ്ടത് വസ്തുവിന്റെ ഉടമസ്ഥൻ തന്നെയാണ്. സ്വന്തം അതിർത്തി ആധാരത്തിൽ 25 സെന്റ് സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃത്യം 25 സെന്റ് സ്ഥലം, അതിന്റെ തെക്കേ അതിർത്തി, കിഴക്കേ അതിർത്തി, പടിഞ്ഞാറേ അതിർത്തി, വടക്കേ അതിർത്തി, വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ആദ്യം ഉറപ്പുവരുത്തേണ്ടത് വസ്തുവിന്റെ ഉടമസ്ഥനാണ്.
വസ്തുവിന്റെ ഉടമസ്ഥൻ ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള അതിർത്തി കല്ലിട്ട് വേലി കെട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടി ഒക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഫോറൻ നമ്പർ 8 ആധാരത്തിന്റെ കോപ്പിയും കരമടച്ച രസീതും സഹിതം സ്ഥലത്തെ ഭൂരേഖ തഹസിൽദാർക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുകയാണ് എങ്കിൽ വില്ലേജ് ഓഫീസിലെ സ്കെച്ചിൽ നമ്മുടെ സ്ഥലം ഇല്ലെങ്കിൽ, വില്ലേജ് ഓഫീസിലെ സ്കെച്ചിൽ FMB എന്ന് ഞാൻ പറഞ്ഞു, FMBയിൽ നമ്മുടെ സ്ഥലം ഇല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കും. സർവേ സബ് ഡിവിഷൻ നടപടി സ്വീകരിച്ച് നമ്മുടെ സ്ഥലം താലൂക്ക് സർവേയർ വന്ന് അളന്ന് അതിന്റെ സ്കെച്ച് തയ്യാറാക്കി വില്ലേജ് ഓഫീസിലെ FMBയുടെ ഭാഗമായിട്ട് അത് മാറും. അങ്ങനെ നമ്മളത് മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു അതിർത്തി പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലേക്ക് ഓടിച്ചെല്ലേണ്ട കാര്യമില്ല. കാരണം ഓടിച്ചെന്നിട്ട് പ്രയോജനമില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഭൂമിയുടെ സ്കെച്ച് വില്ലേജ് ഓഫീസിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, വില്ലേജ് ഓഫീസിലെ FMBയിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി വില്ലേജ് ഓഫീസിലെ FMB മാത്രമല്ല, ഇപ്പോൾ കേരള ഗവൺമെന്റ് ഇത് ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരിക. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ബഹുഭൂരിപക്ഷം വ്യക്തികളുടെയും സ്ഥലത്തിന്റെ സ്കെച്ചും അവരുടെ ആധാരവും മൊബൈൽ ഫോണിൽ തന്നെ. ഇടയ്ക്ക് ഒരു ഇന്ററപ്ഷൻ ഉണ്ടായി, നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം സർ. അപ്പൊ സ്വന്തം മൊബൈൽ ഫോണിൽ തന്നെയുണ്ട് നിങ്ങളുടെ വസ്തുവിന്റെ ആധാരവും. നിങ്ങളുടെ അയൽക്കാരനെ പരിശോധിക്കാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ വസ്തുവിന്റെ കരമടച്ച രസീത് നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ട്. നിങ്ങളുടെ വസ്തുവിന്റെ പടം നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ട്. അതിന്റെ സൈറ്റ് നിങ്ങളുടെ സ്ഥലത്തിന്റെ സ്കെച്ച് ഉള്ളത് emapskerala.gov.in emapskerala.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നിങ്ങളുടെ സ്ഥലത്തിന്റെ സ്കെച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ജോലി ഏതാണ്ട് 70% സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പൊ കുറച്ച് വില്ലേജിന്റെ ഏരിയയും കയറാനുണ്ട്. അപ്പൊ മൊബൈലിൽ പരിശോധിക്കുക. ഇല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിൽ നിങ്ങളുടെ കരമടച്ച രസീത് കൊടുത്തു കഴിഞ്ഞാൽ FMB എന്ന് പറയുന്ന ആ ഒരു വലിയ സ്കെച്ച് കിട്ടും. ആ സ്കെച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം ഉണ്ടോ എന്നുള്ള കാര്യം 500 രൂപ വില്ലേജ് ഓഫീസിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടുന്നതാണ്. ആ FMBയുടെ കോപ്പി നമ്മുടെ കരമടച്ച രസീത് കൊടുത്താൽ കിട്ടുന്ന ആ കോപ്പി എടുത്തിട്ട് നമ്മുടെ സ്ഥലം അതിർത്തികൾ സഹിതം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പരിശോധിച്ചിട്ട് നമ്മുടെ സ്ഥലം വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഫോറൻ നമ്പർ 8 കരമടച്ച രസീതും ആധാരത്തിന്റെ കോപ്പിയും സഹിതം ഭൂരേഖ തഹസിൽദാർക്ക് സബ് ഡിവിഷൻ ചെയ്യാനായിട്ട് അപേക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഡിജിറ്റൽ സർവേ നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും ഈ അപേക്ഷയൊന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ റെക്കോർഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ സർവേ നടക്കുന്നെങ്കിൽ നമ്മൾ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിയുമ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ല. നമ്മുടെ വസ്തുവിന്മേൽ ഒരു അതിർത്തി തർക്കം ഉണ്ടാകുമ്പോൾ അതിർത്തി തിരിയാതെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലണ്ട. എന്തില്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നമ്മുടെ വസ്തുവിന്റെ പടം അവിടെ ഇല്ല എങ്കിൽ ഒരിക്കലും താലൂക്ക് ഓഫീസിൽ നിന്ന് സർവേയറോ വില്ലേജ് ഓഫീസറോ വന്ന് നിങ്ങളെ സഹായിക്കില്ല. ക്ലിയർ ആയോ? ഓക്കെ സർ, താങ്ക് യു, വളരെ സന്തോഷം. ഇമാപ്സ് കേരള എന്ന് പറയുന്നതിലാണ് നമ്മുടെ വസ്തുവിന്റെ സ്കെച്ച് ഉള്ളത്. അതുപോലെ തന്നെ ആധാരം ഉള്ളത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിലാണ്. കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ നമ്മുടെ ആധാരം, നമ്മുടെ അയൽവക്കക്കാരന്റെ ആധാരവും കാണാം കേട്ടോ. ആരുടെ ആധാരം വേണമെങ്കിലും നമുക്ക് പരിശോധിക്കാം. പക്ഷേ കോപ്പി എടുക്കണമെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. കോപ്പി എടുക്കാൻ പറ്റുകയെന്നേ ഉള്ളൂ. നമ്മുടെ മറ്റുള്ള ആളുടെ കരമടച്ച രസീതിലെ വിവരങ്ങൾ അറിയണമെങ്കിലും revenue.kerala.gov.in revenue.kerala.gov.in വെരിഫൈ യുവർ ലാൻഡ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അയൽവസ്തുവിന്റെ സർവേ നമ്പർ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ ആരാണെന്നും കരമടയ്ക്കുന്നുണ്ടോന്നും അയാൾ കഴിഞ്ഞ വർഷം കരമടച്ചോന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. എത്ര പേര് പക്ഷെ ഒരു ഭൂരിപക്ഷ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് സ്വന്തം മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് അവർ വില്ലേജ് ഓഫീസിൽ പോയി ക്യൂ നിൽക്കും. അവരുടെ ദയാദാക്ഷിണ്യത്തിനായിട്ട് വിവരങ്ങൾ അറിയാനായിട്ട് കാത്തു നിൽക്കും.
സാറേ ഈ സൈറ്റിലേക്ക് നമുക്ക് തണ്ടപ്പേര് അടിച്ചു കൊടുക്കുമ്പോഴാണോ കിട്ടുന്നത്, അതോ നമ്മുടെ ആധാർ കാർഡ്? ആ സൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് ജില്ല അടിച്ചു കൊടുക്കണം, താലൂക്ക് അടിച്ചു കൊടുക്കണം, വില്ലേജ് അടിച്ചു കൊടുക്കണം, പിന്നെ ദേശം അല്ലെങ്കിൽ ബ്ലോക്ക് അടിച്ചു കൊടുക്കണം. അതിനുശേഷം സർവേ നമ്പർ അടിച്ചു കൊടുക്കണം. സർവേ നമ്പറിന് ശേഷം സബ് ഡിവിഷൻ നമ്പർ എന്നുണ്ട്. സബ് ഡിവിഷൻ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കരുതുന്നു. 365/3 എന്ന് എഴുതി കഴിഞ്ഞാൽ 365 എന്ന് പറയുന്നതാണ് സർവേ നമ്പർ. ആ ബാറിന് ശേഷം അപ്പുറമുള്ളതാണ് ബാർ 3 എന്ന് പറയുന്നതാണ് അതിന്റെ സബ് ഡിവിഷൻ നമ്പർ. ഇത്ര അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ വസ്തുവിന്റെ ഉടമസ്ഥന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മുടെ മൊബൈലിൽ തെളിഞ്ഞു വരും. ഓക്കെ, അപ്പൊ അതിനകത്ത് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. ഈ പറയുന്ന ഡിസ്ട്രിക്റ്റ് എടുത്ത് നമ്മുടെ സർവേ നമ്പർ കൊടുത്താൽ മാത്രം മതി അല്ലെ? നമ്മുടെ സർവേ നമ്പർ അല്ല, അയൽക്കാരുടെ കൊടുത്താലും അറിയാം. ഓക്കെ, അപ്പൊ എല്ലാം ഓപ്പൺ ആണ്, എല്ലാം ഓപ്പൺ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അയാള് അധികം വെട്ടിപ്പിടിച്ച് സ്ഥലം അയാളുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ഒരാൾ ആധാരപ്രകാരം 10 സെന്റ് മേടിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അയാള് അധിക സ്ഥലത്തിന് കരം അടയ്ക്കുന്നുണ്ട്. നമ്മുടെ സ്ഥലത്തിന് 10 സെന്റ്, നമുക്കും 10 സെന്റ് ഉണ്ടായിരുന്നതാണ്. പക്ഷെ എനിക്ക് 8 സെന്റേ ഉള്ളൂ കയ്യിൽ. പക്ഷെ അയാൾ 12 സെന്റിന് കരം അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് 2 സെന്റ് അയാള് എടുത്തോണ്ട് പോയിട്ടുണ്ട് നമ്മൾ ഗൾഫിലായിരുന്ന സമയത്ത്. അത് റീസർവേ വന്നപ്പോഴത്തേക്ക് ആ 2 സെന്റ് അവർ റെഗുലറൈസ് ചെയ്ത് പോയിട്ടുണ്ട്. റീസർവേ വന്നു കഴിഞ്ഞപ്പോ അവരുടെ പേര് കേടും. കാരണം എന്താണ്, അയാൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് എൻക്രോച്ച് ചെയ്ത് ചിലപ്പോഴാണ് കേട്ടോ, ഒരതിർത്തി അയാൾ ഈ 2 സെന്റോടെ കവർന്നെടുത്തിട്ട് ഒരു അതിർത്തി അയാൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അതിർത്തി പ്രകാരമാണ് റീസർവേ വന്നു കഴിഞ്ഞപ്പം അളന്നു പോയിരിക്കുന്നത്. നമ്മൾ സ്ഥലത്തില്ലായിരുന്നു, ഗൾഫിലായിരുന്നു, അല്ലെങ്കിൽ വിദേശത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിൽ ജോലി സ്ഥലത്തായിരുന്നു. അപ്പം പലപ്പോഴും ഈ പറഞ്ഞ കണക്ക് ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഇരുട്ടിന്റെ സന്തതികൾക്ക് പ്രകാശത്തിന്റെ സന്തതികളെക്കാൾ ബുദ്ധി കൂടുമെന്ന്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. നമ്മുടെ സ്ഥലം നമ്മൾ ജാഗ്രതയോടെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇരുട്ടിന്റെ സന്തതികൾ അത് കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പലപ്പോഴും ഇത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരാൾ കവർന്നെടുത്തു, പ്രൂഫ് കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ? പ്രൂഫ് എടുക്കാൻ പറ്റും. വ്യക്തമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ അതിർത്തിയിൽ തർക്കങ്ങളൊന്നും നമ്മൾ ഉന്നയിച്ചിട്ടില്ല. ഒരു 12 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, എതിർ കൈവശം. തർക്കമില്ലാതെ ഒരാൾ 12 വർഷത്തിൽ കൂടുതൽ വസ്തു കൈവശം വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് അയാളുടെ ഓണർഷിപ്പിലേക്ക് വന്നു എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? സാർ, ഒരു സംശയം കൂടെ. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് റീസർവേ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ റീസർവേ കംപ്ലീറ്റ്, ഡിജിറ്റൽ സർവേ കംപ്ലീറ്റ് ആയോ എന്നറിയാം. ഇൻ കേസ് അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ആക്ഷൻ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. എന്റെ ഭൂമി മറക്കല്ലേ, വളരെ പ്രധാനപ്പെട്ടാണ് സാറ് ചോദിച്ച കാര്യം. എന്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലിൽ ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എന്നുള്ള പരാതികൾ മുഴുവൻ എഴുതി അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആധാരവും നമ്മുടെ കരമടച്ച രസീതും അതിൽ നമ്മളുടെ പരാതിയും അയൽവസ്തു ഉടമയുടെ നമ്മളോട് കാണിച്ച അതിക്രമങ്ങളും ഒക്കെ വിവരിച്ച് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങും പോകണ്ട, ഓരോ ഓഫീസിലും പോകണ്ട, സ്വന്തം വീട്ടിലിരുന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പെറ്റീഷനായിട്ട് തന്നെ പരിഗണിക്കും. അത് നമ്മൾ ആ പെറ്റീഷൻ വെച്ചിട്ട് നമ്മളെ കേട്ട് കഴിഞ്ഞിട്ട് റീസർവേ റെക്കോർഡുകൾ ഫൈനൽ ആക്കുകയുള്ളൂ. പരാതി ഉണ്ടെങ്കിൽ മുൻകൂട്ടി. അതെ, സാറിപ്പോ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ തന്നെ ഒത്തിരി പൊതുജന സംഘടനകളുണ്ടല്ലോ, ഒക്കെ ഈ കാര്യത്തിൽ ഒക്കെ നല്ല ഒരു അവയർനെസ് സാധാരണക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇതുപോലെ ഭൂമി കാരണം സങ്കടപ്പെടേണ്ടി വരികയില്ല. അവന്റെ മാത്രമല്ല, ഇത് കൊണ്ടുപോകുന്നതിനും മര്യാദക്കാരൻ. അതെ. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സൂചി കൊണ്ട് എടുക്കേണ്ടത് സമയത്ത് സൂചി കൊണ്ട് എടുത്തില്ലെങ്കിൽ പിന്നെ അത് തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. തൂമ്പ എല്ലാ ബുൾഡോസർ വന്നാലും രക്ഷയില്ലാത്ത ചില സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളുണ്ട്. ഓൺലൈൻ സൈറ്റുകളിൽ നമ്മൾ ഇതുപോലെ എന്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ENTEBHOOMI. ആ പോർട്ടലിൽ നമ്മുടെ പരാതികളും ഒബ്ജക്ഷനും നമുക്ക് എടുക്കാം. അയൽക്കാരനെ കുറിച്ചുള്ള പരാതികളും കൊടുക്കാം കേട്ടോ.
അയൽക്കാരൻ സർക്കാർ ഭൂമിയാണ് കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ അത് കൊടുക്കാനുള്ള അലേർട്ട് പോർട്ടൽ വേറെയുണ്ട്. ഈ സാറേ ഈ നിലവും പിന്നെ ഈ തോട്ടവും അതിന്റെ അകത്ത് ഈ പരാതി കൊടുക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസമുണ്ട് സാറേ? അതെല്ലാം നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുക. ഇത് നിലവാണെങ്കിൽ എന്റെ സ്ഥലം ഇത് റെക്കോർഡുകളിൽ അതാ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്ഥലം നിലവായിട്ട് അല്ലെങ്കിൽ നിലവായിട്ട് എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തന്നെ ആദ്യം നിർണ്ണയിക്കേണ്ടതുണ്ട്. അത് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാരത്തിൽ അത് പുരയിടമെന്നും പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് മാനിക്കപ്പെടുകയില്ല. പിന്നെയോ നമ്മൾ പഴയ റെക്കോർഡുകൾ എടുക്കണം. ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ സെറ്റിൽമെന്റ് രജിസ്റ്റർ, മറക്കണ്ട, പേരെന്താണ്? സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ കോപ്പി, അടങ്കലിന്റെ കോപ്പി എന്ന് പറയും. അടങ്കൽ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ആ കോപ്പി അത് 1930 നടന്ന സർവേയുടെ റിസൾട്ടാണ്. 1920-30 കാലഘട്ടങ്ങളിലൊക്കെ നടന്ന സർവേയുടെ വിവരങ്ങളാണത്. അതാണ് അടിസ്ഥാനം. അതിനകത്ത് ഇത് പുരയിടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ സെറ്റിൽമെന്റ് രജിസ്റ്ററിലെ വിവരങ്ങൾ തന്നെ അനുസരിച്ച് ഇപ്പോഴും നമുക്കത് രേഖപ്പെടുത്തി കിട്ടാൻ അനുവാദമുണ്ട്, അവകാശമുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ കോപ്പി എടുക്കാം. വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ ഇല്ല എന്നുള്ള മറുപടി കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് വഴുതക്കാടുള്ള സെൻട്രൽ സർവേ ഓഫീസിൽ നമ്മൾ അവിടെ ചെന്ന് നമ്മളൊരു ഫോം പൂരിപ്പിച്ചു കൊടുത്ത് ഏതാണ്ട് അതിന്റെ ഫീസ് 500 രൂപ താഴെ വരത്തുള്ളൂ. അപ്പൊ ആ ഫീസും കൂടെ അടച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ അപേക്ഷ കൊടുത്താൽ 2 മണിക്കൂറിനകം നമുക്ക് അതിന്റെ കോപ്പി കിട്ടും. അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെയുള്ള രജിസ്റ്ററുകളെ വില്ലേജ് ഓഫീസർ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ കോപ്പി, അതുപോലെ FMB ഫീൽഡ് മെഷർമെന്റ് നമ്മുടെ സ്ഥലത്തിന്റെ വില്ലേജ് ഓഫീസിലെ സ്കെച്ച്, ഇതിന്റെ ഒക്കെ കോപ്പി എല്ലാം എടുത്ത് നമ്മുടെ ആധാരത്തിന്റെ കൂടെ റെക്കോർഡായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു ലൈസൻസ്ഡ് സർവേയർ. നമ്മുടെ സ്ഥലം വില്ലേജ് ഓഫീസിലെ റെക്കോർഡിൽ ഇല്ലെങ്കിൽ FMBയിൽ ഇല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് ഉള്ള ഒരു സർവേയറെ കൊണ്ട് നമ്മുടെ സ്ഥലം അളപ്പിച്ചിട്ട് അതിന്റെ സ്കെച്ച് തയ്യാറാക്കി അതിന്റെ ഒപ്പും സീലും, ലൈസൻസ്ഡ് സർവേയറുടെ ഒപ്പും സീലും, ഒരിക്കൽ കൂടി ഞാൻ അയാളുടെ ഒപ്പും സീലുമുള്ള ലൈസൻസ് നമ്പറും സീലുമുള്ള ആ സ്കെച്ച് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പലപ്പോഴും അത് ആവശ്യം വരും. ഒരു അത്യാവശ്യ സമയത്ത് ഈ സർവേയറെ ഒന്നും കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭൂമിയുടെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അത് പലപ്പോഴും പലരും ചെയ്യാറുണ്ട്. റിട്ടയർ ചെയ്തവരെ വിളിച്ചു, ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ 50 വർഷം സർവീസ് ഉള്ള ഒരാളെ വിളിച്ചു, ഒരു കാര്യമില്ല. ലൈസൻസ് ഉള്ള സർവേയർ ആണ്. കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ സ്കെച്ച് ആയിരിക്കും പലപ്പോഴും അഭികാമ്യം. ആ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ സ്കെച്ച് ആ അളന്ന ആളിന്റെ ഒപ്പും സീലും വെച്ച് നമ്മളത് വാങ്ങി സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആധാരം എഴുതുകയാണെങ്കിൽ ഈ സ്കെച്ചും കൂടി അതിന്റെ ഭാഗമാക്കി മാറ്റി ആധാരം എഴുതണം. ഓക്കെ, പറയൂ, ചോദിക്കോ? ഒരു സംശയം സാറേ, ഈ താലൂക്ക് ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പം ഈ സ്കെച്ച് ഇല്ലെങ്കിൽ നമ്മൾ ലൈസൻസ് സർവേയറെ വെച്ച് സ്കെച്ച് വരച്ചിട്ട് അത് അവിടെ സബ്മിറ്റ് ചെയ്യണോ, അതോ നമ്മൾ ഹോൾഡ് ചെയ്യണോ? അല്ല, നമ്മുടെ സ്ഥലത്തിൽ FMB എടുക്കുമ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അംഗീകൃത സ്കെച്ച് സർക്കാരിന്റെ സ്കെച്ചിന്റെ ഭാഗമായിട്ട് മാറിയില്ലെങ്കിൽ, FMBയുടെ ഭാഗമായിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഒരു എളുപ്പ വഴിയാണ് ഒരു ലൈസൻസ്ഡ് സർവേയറെ കൊണ്ട് ഈ FMBക്ക് യോജിച്ച വിധത്തിൽ FMBയിൽ നിർത്തി വരയ്ക്കുക എന്ന് പറയും. ഒരു സ്കെച്ചൂടെ വരച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഈ സ്കെച്ച് വരച്ചു കൊടുക്കണമെന്നില്ല. കാരണം അത് അവിടെ തന്നെ സർക്കാരിന്റെ സർവേയർ ഉണ്ട്, താലൂക്കിലെ സർവേയർ ഉണ്ട്. അദ്ദേഹം സ്ഥലത്തെത്തി സ്കെച്ച് വരച്ചോളും. ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൗണ്ടറി കൃത്യമായിട്ട് സൂക്ഷിക്കണം. സർവേയർ വരുമ്പോൾ കാടും പടലും ഒക്കെ അവിടെ ഇല്ലാത്ത വിധത്തിൽ വൃത്തിയാക്കി കൊടുക്കുകയും വേണം, സർവേക്ക് സഹായമായിട്ടുള്ള വിധത്തിൽ. ഇങ്ങനെ നമ്മുടെ സ്ഥലം ഒരുക്കിയിട്ടതിന് ശേഷം മാത്രം അപേക്ഷ കൊടുക്കാവുള്ളൂ. ഇതേയുള്ള ശ്രദ്ധിക്കാൻ. സാറേ, ഇപ്പൊ ഈ പുരയിടം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ ഇപ്പം വീട് വേണം നിർബന്ധമുണ്ടോ? വീട് പൊളിച്ചു പോയെങ്കിലോ? അല്ല, പുരയിടം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിൽ വീട് വേണമെന്ന് നിർബന്ധമില്ല. നമുക്കത് നിലവായിട്ടാണ് കിടക്കുന്നതെങ്കിൽ, നിലവായിട്ട് വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളിൽ കിടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഇപ്പം നികന്ന് കിടക്കുന്ന പുരയിടം എന്ന് പറയുന്ന വീട് വേണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, 2008 നികന്നു കിടന്ന സ്ഥലമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും സംശയം ഉണ്ടാകുമ്പോൾ കൃഷി ഓഫീസർ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സാറ്റലൈറ്റ് മാപ്പ് എടുക്കും. 2008 പിക്ചർ കിട്ടും അതിൽ നിന്ന്. അവിടെ നിന്ന്
അവിടുത്തെ സയന്റിസ്റ്റ് കൊടുക്കുന്ന ഒരു റിമാർക്ക് സഹിതം നമുക്ക് മറുപടി കിട്ടും. ഇത് 2008 നികന്നു കിടന്നതാണോ അല്ലേ എന്നുള്ള കാര്യം. അപ്പൊ കൃഷി ഓഫീസർ ചിലപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡുകളൊക്കെ ആശ്രയിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. വീടുണ്ടെങ്കിൽ നല്ല കാര്യം, പൊളിച്ചു കളഞ്ഞു, അതിന്റെ എന്താ പറയുന്നത്, ഫൗണ്ടേഷൻ അവിടെ നിലനിൽപ്പുണ്ടെങ്കിലും നല്ല കാര്യം. അതൊക്കെ അഡീഷണൽ ആയിട്ടുള്ള തെളിവുകളാണെന്ന് മാത്രമേ ഉള്ളൂ. വീടുണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല. സാറ് ഇതിന് പുറത്ത് ചോദ്യം ഒരു വ്യത്യസ്ത ചോദ്യമാണ്. എൻ്റെ മദറിന്റെ പേരിലാണ് ഇപ്പൊ ഭൂമിയുള്ളത്. മദർ 88 years ആയി. അത് എൻ്റെ പേരിൽ മകന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇഷ്ടദാനം തീർവ് കൊടുക്കണതിന്റെ പ്രൊസീജിയർ എന്താണ്? ഇത്രയേ ഉള്ളൂ. അമ്മ സുബോധത്തോടു കൂടി എന്താ സമ്മർദ്ദ ആരുടെ ഭീഷണിയോ സമ്മർദ്ദം ഒന്നും ഇല്ലാതെ അമ്മയ്ക്ക് അത് ഇഷ്ടദാനം നമ്മുടെ പേരിൽ എഴുതി തരുക. ഇഷ്ടദാനം എഴുതി കഴിഞ്ഞാൽ ഇഷ്ടദാനം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും. അമ്മ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ആ വസ്തു നമ്മളുടേതായിട്ട് മാറും. അത് എവിടെ കൊടുക്കട്ടെ? അല്ല, നമ്മളൊരു എഴുത്തുകാരനെ അമ്മയുടെ ആധാരവും അതുപോലെ തന്നെ അമ്മയുടെ ഫോട്ടോ, നമ്മുടെ ഫോട്ടോ, മറ്റ് കെട്ടിടം ഉണ്ടെങ്കിൽ അതിന്റെ രസീത്, ഇതെല്ലാം സഹിതം നമ്മളൊരു എഴുത്തുകാരനെ സമീപിച്ചാൽ മതി. ഇത് എഴുതുന്ന ധനനിശ്ചയ ആധാരം ആയിട്ട് നമ്മൾ എഴുതും. ധനനിശ്ചയ ആധാരം എഴുതി തരും. അതിന് വലിയ ഫീസൊന്നും ഇല്ല. സാധാരണ ആധാരത്തിന് 10% ആവും. ഫെയർ വാല്യൂവിന്റെ 10% എഴുത്തുകൂലിയും ആവും. അതായത് 8% സ്റ്റാമ്പും അതുപോലെ തന്നെ 2% രജിസ്ട്രേഷൻ ഫീസ്, അങ്ങനെയാണ് 10% വരുന്നത്. പ്ലസ് എഴുത്തുകൂലിയും ആവും. ഇവിടെ അത്രയും ആകത്തില്ല. വളരെ കുറഞ്ഞ പൈസ മാത്രമേ ധനനിശ്ചയാധാരം എഴുതി മേടിക്കാം. ഇനിയും അമ്മയ്ക്ക് തരാൻ ഇഷ്ടമില്ലെങ്കിൽ, അമ്മയുടെ മരണശേഷമാണ് തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മയെ കൊണ്ട് ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. അതിനും വലിയ ചെലവൊന്നുമില്ല. എഴുത്തുകൂലിയും 500 രൂപ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുള്ളൂ. 500 രൂപ താഴെ മാത്രം. ബാക്കി ഒരു 3000 രൂപയും കൂടെ എഴുത്തുകാരന് കൂലിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിൽപത്രം എഴുതാം കേട്ടോ. നമുക്ക് തന്നെ എഴുതി കൊടുത്താലും രജിസ്റ്റർ ചെയ്ത് കിട്ടും. അതിന് സ്റ്റാമ്പ് പേപ്പർ ഒന്നും വേണ്ട. വെള്ള പേപ്പർ കൊടുത്തു കഴിഞ്ഞാലും കൊടുത്താൽ മതി. സബ് രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് തരും. ഇത് ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് എന്റെ പേരിലേക്ക് ആക്കി തരാനായിട്ട് അതേ ദിവസം തന്നെ ചെയ്തു തരുമോ? ധനനിശ്ചയാധാരം എഴുതി കഴിഞ്ഞാൽ ധനനിശ്ചയാധാരം എഴുതി നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് 7 ദിവസത്തിനകം തന്നെ, 7 ദിവസം കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേര്, അമ്മയുടെ പേരിൽ നിന്ന് തണ്ടപ്പേർ, തണ്ടപ്പേർ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അമ്മയുടെ പേരിൽ നിന്ന് തണ്ടപ്പേർ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കരമടയ്ക്കാൻ പറ്റും. അത് അപ്പൊ വില്ലേജ് ഓഫീസിലാണോ കൊടുക്കേണ്ടത്? അത് വില്ലേജ് ഓഫീസിലാണ്. വില്ലേജ് ഓഫീസിൽ കൊടുക്കണ്ട. നമ്മൾ കരമടയ്ക്കാൻ ഓൺലൈനായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആധാരം ഓൺലൈനായിട്ട് തന്നെ വില്ലേജ് ഓഫീസിൽ പോക്കുവരവിന് പോകും. വില്ലേജ് ഓഫീസർ അത് സ്വമേധയാ, നമ്മുടെ നിർബന്ധമൊന്നും ഇല്ലാതെ തന്നെ വില്ലേജ് ഓഫീസർ അത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരണമെന്നാണ് നിയമം. രജിസ്റ്റർ ഓഫീസിൽ പോകണ്ട. വില്ലേജ് ഓഫീസിൽ ചെന്ന് ആദ്യ തവണ കരമടയ്ക്കണം. പിന്നെ എല്ലാ വർഷവും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് തന്നെ കരമടയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഒരു ആധാരം എഴുത്തുകാരനെ കൊണ്ട് അടുത്ത് പോകണം ആദ്യം തന്നെ അല്ലേ? എഴുതേണ്ട ആധാരം ധനനിശ്ചയാധാരം എഴുതാം, അല്ലെങ്കിൽ ദാനാധാരം എഴുതാം, എങ്ങനെ ഗിഫ്റ്റ് ഡീഡായിട്ട് എഴുതാം. അതിന് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ആകത്തുള്ളൂ. അല്ലല്ല, പെർസെന്റേജ് ആണ്. ഞാൻ പെർസെന്റേജ് മറന്നുപോയി. ഞാൻ അതിന്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. മൊത്തം സ്ഥലത്തിന്റെ പെർസെന്റേജ് എടുക്കോ? എനിക്ക് തോന്നുന്നു 2% താഴെ മറ്റോ ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കണം, കറക്റ്റ് നോക്കണം. അതെവിടെ അടയ്ക്കണം? ഇതൊക്കെ നമ്മൾ എഴുത്തുകാരനെ കൊടുത്താൽ മതി. എഴുത്തുകാരൻ അതിന്റെ രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പും ഒക്കെ കൊടുത്തോളും. നമ്മൾ എവിടെ എടുക്കണ്ട, അന്നേരം ഒരു എഴുത്തുകാരനെ കണ്ടാൽ മതി. ഇത്രേ ഉള്ളൂ. എല്ലാം ചെയ്തു തരും. അതെ സാറേ, ഈ വാഗമണിലുള്ള ഒരു സ്ഥലമാണ്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്താണ്. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പൊ പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചപ്പം ആസ് പെർ 1964 റൂൾസ് പട്ട ഇഷ്യൂഡ് ഓൺലി ഫോർ ഹൗസിംഗ് ആൻഡ് അഗ്രികൾച്ചർ പർപ്പസ് എന്ന് എഴുതിയിട്ടുണ്ട് പൊസഷൻ സർട്ടിഫിക്കറ്റില്. അപ്പൊ അവിടെ നമുക്ക് ഈ റിസോർട്ട് പണിയുന്നതിന് തടസ്സമുണ്ടോ സാറേ? ഇത് നമുക്ക് ഒരു 2 ദിവസം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു വിഷയമാണ് ഇപ്പൊ ചോദിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭൂമി നമുക്ക് സർക്കാരിന്റെ പുറമ്പോക്ക് ധാരണയാണോ തടസ്സം ഉണ്ടാകുന്നല്ലോ. സർക്കാരിന്റെ ഭൂമി നമുക്ക് പതിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭൂമി നമുക്ക്
എവിടെ നിന്നൊരു സൗണ്ട് വരുന്നല്ലോ. ഓക്കെ, സർക്കാരിന്റെ ഭൂമി നമുക്ക് പതിച്ചു കിട്ടുന്ന പല ആവശ്യങ്ങൾക്കായിരിക്കും പതിച്ചു കിട്ടുന്നത്. ഒന്ന്, വീട് വെക്കാനായിട്ട് പതിച്ചു കിട്ടും. 2, കൃഷിക്ക് വേണ്ടി പതിച്ചു കിട്ടും. 3, വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പതിച്ചു കിട്ടും. വീട് വെക്കാനായിട്ടാണ് പതിച്ചു കിട്ടിയതെങ്കിൽ നമുക്കത് പിന്നീട് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ കൃഷി ആവശ്യത്തിനാണ് പണ്ട് നമുക്ക് പതിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൈമാറിപ്പോയാലും അവസാനം വരെ എന്ന് പറഞ്ഞാൽ എന്നേക്കും ആ ഭൂമി കൃഷി ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കുവാൻ അനുവാദമില്ല. അതായത് ആ കൃഷിഭൂമിയിൽ കൃഷിക്കാരന്റെ വീട് പണിയാം, അല്ലാതെ, കാരണം കൃഷിഭൂമി കൃഷിക്കാരന്റെ വീട് പണിയണമല്ലോ. അപ്പൊ അതല്ലാതെ അത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് അനുവാദം ലഭിക്കുകയില്ല. റിസോർട്ട് എന്ന് പറയുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവിടെ റിസോർട്ട് പണിയാനായിട്ട് അനുവാദം കിട്ടുകയില്ല. എന്നാൽ സ്വന്തമായിട്ട് ഒരു വീട് പണിതിട്ട് റിസോർട്ട് പോലൊക്കെ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുകയില്ല. അത് വേറൊരു കാര്യം. കാരണം എന്താണ്, പൊസഷൻ സർട്ടിഫിക്കറ്റിൽ അത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് കൃഷി ആവശ്യത്തിന് എടുത്തിരിക്കുന്ന ഭൂമിയാണ് എന്ന് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ള അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ആവശ്യമില്ലാത്ത പെർമിറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടേണ്ടി വരും എന്നുള്ള ഒരു വാണിംഗ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ സാർ, ഓക്കെ. നേരത്തെ പറഞ്ഞ നിലത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞോട്ടെ. ആ. എന്റെ പിതാവിന്റെ പിന്നെ കയ്യിൽ വെച്ച ഭൂമി ഒരു 17 സെന്റ്. അത് പിന്നെ ഭാഗ ഉടമ്പടി പ്രകാരം എനിക്ക് ലഭിച്ചു. ഇപ്പൊ ഈ അടുത്ത് 2 വർഷത്തിന് മുമ്പ് അതിനകത്ത് നിലമെന്നാണ് ഈ റെസിറ്റിനകത്ത്, അതായത് നമ്മുടെ പിന്നെ കരമടച്ച റെസിറ്റിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഫോമൊക്കെ വെച്ചിട്ട് ഇത് തരം മാറ്റാനായിട്ടുള്ള അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പിന്നെ കൃഷി ഓഫീസിൽ നിന്നൊക്കെ പ്രോസസ് ചെയ്ത് പിന്നെ വരികയും പിന്നീട് ഏറ്റവും ലാസ്റ്റ് അതിന്റെ ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൊടുത്തു 2 വർഷത്തോളം ഇപ്പൊ ആയി. ഇപ്പൊ പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് അത് പരിശോധന വന്ന് സ്പോട്ട് വന്ന് പരിശോധിച്ച് അവിടെ പിന്നെ 10-50 വർഷത്തെ പഴക്കമുള്ള തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ വെട്ടിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ വെട്ടിയതൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ വന്ന് ബോധ്യപ്പെട്ടു പോയി. പക്ഷെ അന്നേരം ഇപ്പോ രണ്ടാമത് കഴിഞ്ഞ ദിവസം ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് അത് പിന്നെ താലൂക്ക് സർവേയർ കൂടി വന്ന് പരിശോധിക്കണമെന്ന്. അപ്പൊ എന്താണ് അതെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കെച്ച് അവിടുത്തെ ഭൂമിയിലെ ബൗണ്ടറിയുമായിട്ട് എന്തെങ്കിലും ഒക്കുന്നില്ല എന്ന് ചിലപ്പോൾ പരിശോധനയെ കണ്ടു കാണും. ഭൂമിയുടെ ബൗണ്ടറിയൊക്കെ തിരിച്ചുകൊണ്ട് ഈ ലൈസൻസ്ഡ് സർവേയർ അല്ല, ലൈസൻസ്ഡ് ഇതല്ല, പക്ഷെ പിന്നെ അല്ലാതെ ഒരു സ്കെച്ച് ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വേറെ ആരും തർക്കങ്ങളൊന്നുമില്ല. സൈഡുകളെല്ലാം മതിലുകളോ പിന്നെ ഒരു സൈഡ് ഒഴിച്ച് ബാക്കി 2 സൈഡ് ഒഴിച്ച് ബാക്കിയെല്ലാം മതിലുകളൊക്കെയാണ്. ഓക്കെ, ചിലപ്പോ ലൈസൻസ് സർവേയർ അല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. ലൈസൻസ് ഉള്ള സർവേയർ അയാളുടെ ഒപ്പും സീലും രേഖപ്പെടുത്തി സ്കെച്ച് കൊടുക്കണമെന്നാണ് നിയമം. അതുകൊണ്ടാണ് താലൂക്ക് സർവേയർ പരിശോധിക്കണമെന്ന് ചിലപ്പോൾ പറഞ്ഞത്. അപ്പൊ താലൂക്ക് സർവേയർ പരിശോധിക്കുമ്പോൾ നമുക്ക് പിന്നെ ആ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്കെച്ച് കിട്ടുമോ കുറച്ചുകൂടി ആധികാരികമായിട്ട്? അത് നമുക്ക് താലൂക്ക് സർവേയർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നീട് നമുക്കെല്ലാം ഓർഡർ ആയി കഴിയുമ്പോൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ആ ഫയലിന്റെ താലൂക്ക് ഓഫീസർ വന്ന് പരിശോധിച്ച ഫയലിന്റെ കോപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സ്കെച്ച് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് ഈ പ്രോസസ്സിന് ഇനിയും കൂടുതൽ സമയം പിടിക്കുമോ സാറേ? 17 സെന്റ് ഇപ്പോൾ എത്ര സമയമായി? ഇപ്പൊ ഒരു 2 വർഷം ആവുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്. അപ്പൊ 2 വർഷമായി. നിങ്ങളുടെ പീഡനകാലം തീരാറായി. താമസിയാതെ തന്നെ കിട്ടുമായിരിക്കും. ശരി, താങ്ക് യു സാർ. സാറേ, നമ്മുടെ പ്രോപ്പർട്ടിയില് നമ്മുടെ പറമ്പിൽ കുറെ കല്ലുണ്ട്, കരിങ്കല്ല്. നമ്മളത് നേരത്തെ പൊട്ടിച്ചിട്ടിരിക്കുന്ന കല്ലാണ്. അപ്പൊ അതിന്റെ ആ സ്ഥലത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ അകലത്തോട്ട് നമ്മുടെ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലോട്ട് ഈ കല്ല് കൊണ്ടുവരാന് നമുക്ക് വില്ലേജ് ഓഫീസിൽ നമ്മള് പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് എടുത്തില്ല എങ്കിൽ, പഞ്ചായത്തിൽ അറിയിച്ച് അവിടുന്നുള്ള ഒരു പെർമിറ്റ് നമ്മൾ വാങ്ങിയില്ല എങ്കിൽ നമ്മളത് അവിടെ പറമ്പിൽ കിടന്നതായിട്ട് ചിലപ്പോൾ അത് ചിത്രീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ ആ പറമ്പിൽ നിന്ന് ഖനനം ചെയ്തതായിട്ടേ വരുള്ളൂ. ഓക്കെ,
അപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാലും നമുക്കത് ഖനനം ചെയ്യാനായിട്ട് അനുവാദം വേണം. പ്രത്യേകിച്ച് അവിടെ കിടക്കുന്ന കല്ലുകൊണ്ട് അവിടെ വീട് പണിയുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ വരുമ്പോൾ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണ് എടുക്കേണ്ടത്? പഞ്ചായത്ത്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഈ പ്രോപ്പർട്ടി ഒക്കെ സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ സാറേ. ഈ അത് ഇപ്പം ഇതൊക്കെ വളരെ കോസ്റ്റ്ലി അല്ലേ? ഇപ്പം പറമ്പ് തെളിച്ചിടണം എന്ന് പറഞ്ഞാൽ തന്നെ നടക്കുന്ന കാര്യമാണോ ഒരു കണക്കിന് പറഞ്ഞാല്? അല്ല, അത് സ്വന്തം അസറ്റ്. നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്ന പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. അതായത് നമ്മൾ ആശിച്ച സാധനം നേടുക എന്നുള്ളത്, അല്ലേ? പറമ്പ് നമ്മൾ നേടി. രണ്ടാമത്തേതോ, ജീവിത വിജയത്തിന്റെ 2ാമത്തെ ഘട്ടം നേടിയത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് ബഹുഭൂരിപക്ഷ ആൾക്കാരും തോറ്റുപോകണം. ഈ 2ാമത്തെ മേഖലയിലാണ് ആൾക്കാർ തോറ്റുപോകണത്. അത് സംരക്ഷിക്കാവുന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ, അല്ലെങ്കിൽ അത് വിറ്റ് കളയണം. നമുക്കത് സംരക്ഷിക്കാൻ പറ്റുകയില്ല. മറ്റുള്ളവരുടെ ശാപവാക്കുകളും കോർപ്പറേഷന്റെ, മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഭീഷണിയും പിഴ നോട്ടീസും ഒക്കെ കേൾക്കേണ്ടി വരികയാണെങ്കിൽ അത് വിറ്റ് കളയണം. നമുക്ക് സംരക്ഷിക്കാൻ കഴിവുള്ളത് സംരക്ഷിച്ചാൽ മതി. ഇത് ഇങ്ങനെ തന്നെ കിടക്കണമെന്ന് നേർച്ചയൊന്നും ഇല്ലല്ലോ. നമ്മൾക്ക് അത് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ നമുക്ക് പ്രയോജനപ്പെടാത്ത വസ്തുവാണെന്നല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു താല്പര്യം ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? താല്പര്യം സാറേ, ഇതിന്റെ മൂല്യം കുറഞ്ഞു പോയല്ലോ. അപ്പൊ അതിന്റെ അകത്ത് കിട്ടുന്ന റബ്ബറിന്റെ ഒക്കെ ഉൽപാദനവും അതിന്റെ ചെലവും കൂടെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം എപ്പോഴും എല്ലാരും പറയുന്ന ഒരു കാര്യമല്ലേ സാറേ? ആയിരിക്കാം. പക്ഷെ അത് അയൽവസ്തു ഉടമയ്ക്ക് നമ്മൾ ഭീഷണിയാകാൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ നമുക്ക് അവകാശമുണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതെ നമുക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ അവകാശങ്ങളും ഒന്നും അന്യന്റെ ജീവിതത്തിന് ഹാനികരമാകരുത്. അടിസ്ഥാന നിയമമല്ലേ അത്? അത് ശരിയാ സാറേ. പക്ഷെ നമുക്ക് ഇപ്പൊ വാങ്ങിച്ച വിലയുടെ ഒരു ബാങ്ക് റേറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ വൻ നഷ്ടം എന്നുള്ള രീതിക്കാണ് വരുന്നത്. വിൽക്കാൻ പദ്ധതി ഇട്ടാലേ, അല്ല ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ ഇത്തരം ന്യായീകരണങ്ങൾ ഒരുപക്ഷെ നിയമത്തിന്റെ മുന്നിൽ വിലപ്പോവുകയില്ല. നമ്മളത് ഭൂമി നമുക്കുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് സംരക്ഷിക്കണം. നമ്മുടെ ഭൂമിയുടെ മരങ്ങളൊന്നും അയൽക്കാരന്റെ ആകാശ അതിർത്തി ഭേദിക്കാനും പാടില്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. വേറെ ചോദിച്ചോളൂ. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. വിഷയമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞു സാറ്. സാറേ, നമ്മുടെ സ്ഥലത്തോടെ ഇപ്പം വഴി ആൾക്കാർ പറമ്പിന് നടുക്കോടെ നടക്കുന്നുണ്ട്. അപ്പൊ അത് എത്ര വർഷം അങ്ങനെ നടന്നെങ്കിൽ നമ്മൾ വില്ലേജിൽ നിന്ന് അതിന്റെ ഇതെടുത്ത് നോക്കണമല്ലേ സാറേ? അതിന്റെ അങ്ങനെ ഉണ്ടായിരുന്നോന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ പറമ്പിന്റെ നടുക്കൂടെ നടക്കാനായിട്ട് അങ്ങനെ വഴി കൊടുക്കുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട, അങ്ങനെ ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാൾക്ക് ആ വഴി അത്യാവശ്യമാണ്, അയാളുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്, മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ആ വഴിയുടെ രൂപം മാറ്റാം, നമ്മുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ ആക്കി മാറ്റാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വില്ലേജ് ഓഫീസിൽ പോയി സ്കെച്ച് നോക്കണം. ആ സ്കെച്ചിനകത്ത് ഈ വഴി പറമ്പിന്റെ നടുക്കൂടെ തന്നെയാണോ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. പറമ്പിന്റെ നടുക്കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടു. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ആ വഴിയുടെ മാറ്റി കൊടുക്കാനായിട്ടുള്ള അധികാര അവകാശമുണ്ട്. പറമ്പിന്റെ സൈഡിൽ കൂടി കൊടുക്കാം. ഇന്നലെ ഞാൻ ചോദിച്ച കാര്യമോ സാറേ? പക്ഷെ ഈ കൊട്ടപ്പാട് എന്ന് പറയുന്നത് ഈ നടപ്പിനായിരുന്നു സാറേ ഇട്ടിരുന്ന പണ്ട്. ഈ കൊട്ടപ്പാടും വഴിത്താരയും ഒക്കെ ഉണ്ടെങ്കിൽ സാർ മ്യൂട്ടായി പോയായിരുന്നു. വില്ലേജ് ഓഫീസിലെ സ്കെച്ചിലുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊട്ടപ്പാടും വഴിത്താരയൊക്കെ നമ്മൾ പലപ്പോഴും ഈ വഴിത്താര തെളിഞ്ഞത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ വഴിയുടെ വീതി നിർണ്ണയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. ആ വീതിക്ക് അങ്ങനെ വകുപ്പ് പറയാൻ പറ്റുമോ ആൾക്കാർക്ക്? അത് ഞാൻ പറയാം. വേറെ ആരുടെയോ ഫോൺ ശല്യം ഉണ്ടാവുന്നുണ്ടല്ലോ.
വീതിക്ക് അങ്ങനെയുള്ള ഒരു കാര്യം, വഴിത്താര തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീതി ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് നിരന്തരമായിട്ട് വണ്ടി ഓടി ടയർ തെളിഞ്ഞുള്ള ഒരു പാടാണെങ്കിൽ ആ വീതി ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാകും. അത് തെളിവാണ്. വഴിത്താര തെളിഞ്ഞത് അത്രയും വീതിയിൽ വഴി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇരുപത് വർഷം ഒരാള് ഒരു വഴി കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മള് ആ വഴി വിലക്കാനായിട്ട് നമുക്ക് അധികാരമില്ല. ഓക്കെ സാർ, താങ്ക് യു സാർ. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? പല കാര്യങ്ങളും സാർ പറഞ്ഞു. റവന്യൂ സ്ഥലം മേടിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, തരം മാറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡോക്യുമെന്റ്സ് എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യണമെന്നുള്ളത്. വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ സാറിനെ നേരിട്ട് വിളിച്ച് ചോദിക്കണമെങ്കിലും ചോദിക്കാം. എന്നെയോ അല്ലെങ്കിൽ സാറിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാമോ? എന്റെ നമ്പർ 9447464502. 9447464502. സാറേ, എനിക്കൊരു സംശയമുണ്ട്. കേൾക്കാവോ സാറേ? ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് ജോലിക്കാരനാണ്. എനിക്കൊരു മകൻ 2 പെമ്മക്കളുണ്ട്. പെമ്മക്കൾക്ക് കൊടുക്കാനുള്ള സമയത്ത്, വിവാഹ സമയത്ത് കൊടുത്തു. ഇനിയിപ്പം എന്റെ മകന് ഈ സ്ഥലം അങ്ങ് എഴുതി കൊടുക്കാനാ. അതിന് ഈ പറഞ്ഞ വിൽപത്രം ഇഷ്ടദാനം തന്നെയല്ലേ നല്ലത്? വിൽപത്രപ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്കൊക്കെ അവകാശം വരുന്നത് നമ്മുടെ മരണശേഷമാണ്. പാരമ്പര്യ സ്വത്തല്ലാത്ത നമ്മൾ ആർജിച്ചിട്ടുള്ള സ്വത്താണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാം. വഴിയെ പോണ ബംഗാളിക്ക് എഴുതി കൊടുക്കാം. ക്ലിയർ? വിൽപ്പത്രം എഴുതി വെച്ചാൽ നമുക്കത് തിരിച്ചു വേണ്ടി വന്നാൽ വിൽക്കാൻ പോകും. ഇപ്പൊ എന്റെ മകന് വിൽപ്പത്രം എഴുതി വെച്ച് എനിക്ക് ആവശ്യമുള്ളപ്പം അത് പിൻവലിച്ച് എനിക്ക് വേറെ വിൽക്കാൻ പറ്റും. അങ്ങനെ വിൽപ്പന നടത്തുമ്പോൾ നമ്മുടെ വിൽപ്പത്രം ക്യാൻസൽ ആയി പോകും. അത്രേ ഉള്ളൂ. സാറേ, മോന് സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി പൊസഷൻ ആൻഡ് എൻജോയ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടാനായിട്ട് അവന്റെ പേരിൽ ആധാരവും കരമടയ്ക്കാനും ഒക്കെ ചെയ്യണമെങ്കിൽ വിൽപ്പത്രം മതിയാവും. വിൽപ്പത്രം എഴുതി വെച്ചു എന്ന് കരുതി വിൽപ്പത്രം എപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത്? നമ്മുടെ മരണശേഷം മാത്രമേ ഉള്ളൂ. മരണശേഷം പ്രാബല്യത്തിൽ വന്ന വിൽപ്പത്രം ഉപയോഗിച്ച് നമുക്ക് കരമടച്ച രസീതും ഒക്കെ കിട്ടും, കൈവശ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടും. വലിയ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ താമസങ്ങളൊന്നുമില്ല. ഇല്ല. ഫീസ് മറ്റേ തരത്തിലാവുമ്പോ ഫീസ് ഒത്തിരി പോകും. ഓക്കെ. അതെ. സാറേ, പെമ്മക്കളെ അത് സാക്ഷികളായിട്ട് വെക്കണം? അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. നമ്മുടെ ഒരു മകന് മാത്രം, നമ്മൾ ഉണ്ടാക്കിയ വസ്തുവാണെങ്കിൽ ഒരു മകന് മാത്രമായിട്ട് കൊടുക്കാം. മറ്റു മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു മക്കൾക്ക് കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ പറമ്പിൽ പണിക്ക് വന്ന ബംഗാളിക്ക് എഴുതി കൊടുക്കാം കേട്ടോ. സാർ, ഒരു സംശയം. സാറേ, ഞാൻ മുനിസിപ്പൽ അതിർത്തിയിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്നെ പഞ്ചായത്ത് റോഡിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സെന്റ് സ്ഥലം കൊടുത്തു, ഒരു 50 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ളത്. അപ്പം ഇനി അവിടെ ഒരു കെട്ടിടം പണിയുമ്പോഴത്തേക്ക് എന്താ ആനുകൂല്യം നമുക്ക് കിട്ടുമെന്നൊരു വകുപ്പുണ്ടല്ലോ? അത് അങ്ങനെ കൊടുത്തിട്ട് കാര്യമല്ല. നിയമപ്രകാരം നമ്മൾ കൊടുത്തതിന് തെളിവ് വേണം. അത് സറണ്ടർ ചെയ്ത് ആ നിർദ്ദിഷ്ട ഫോറത്തിലൊക്കെ കൊടുത്ത് വ്യക്തമായിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആനുകൂല്യം നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് ഞാൻ ഇന്ന പോലെ മുനിസിപ്പൽ ഓഫീസില് ഇങ്ങനെ പോലെ ഇത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഈ പഞ്ചായത്ത് മെമ്പറും ആൾക്കാരും ഒക്കെ വന്ന് ബലമായിട്ട് അങ്ങ് വീതി കൂട്ടുക. അപ്പൊ അതിന് നമ്മൾ സമ്മതിക്കരുത്. നിയമപ്രകാരം ആറ്റിൽ കളഞ്ഞാലും ആക്കി പറ അളന്നു കളയണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ സ്ഥലത്തിന്റെ ഇത്ര സെന്റ് സ്ഥലം ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേക ഫോറം ഉണ്ട്. ലാൻഡ് റിലിംഗ്വിഷ്മെന്റ്
നിയമപ്രകാരമാണ് അത് വരുന്നത്. ആ ഒരു അതിന് സറണ്ടർ ചെയ്യാൻ, ഭൂമി നമ്മൾ സറണ്ടർ ചെയ്യാൻ പ്രതിഫലമില്ലാതെ വിട്ടുകൊടുക്കാൻ ഒരു ഫോറം ഉണ്ട്. അവിടെ അത് കൊടുത്തിട്ട് അതിന്റെ കോപ്പി നമ്മൾ ഒപ്പിട്ട് മേടിച്ചു വെക്കണം. അല്ലെങ്കിൽ പഞ്ചായത്തിന് ആ സ്ഥലം, നമ്മുടെ സ്ഥലം തീരെഴുതി കൊടുക്കാം. രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ഇല്ല, 0 രജിസ്ട്രേഷൻ ഫീസ് ആണ്. ആധാരം ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്ഥലം, ഇപ്പൊ അങ്ങനെയല്ലേ ചോദിക്കുന്നത്, എന്തിനും തെളിവുണ്ടോന്നല്ലേ ചോദിക്കുന്നത്. വിട്ടുകൊടുത്തത് സത്യമായിരിക്കാം, തെളിവുണ്ടോന്നായിരിക്കും ചോദിക്കുന്നത്. തെളിവ് നമ്മുടെ വേണം, ഇല്ലാതെ പറ്റില്ല. പറഞ്ഞോണ്ടായില്ല. അല്ലെങ്കിൽ ശങ്കരാടി നിന്ന പോലെ നിൽക്കേണ്ടി വരും. ഏതോ വിയറ്റ്നാം കോളനി സിനിമയിൽ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ്. നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. 8:30 ആയല്ലോ. അതെ അതെ. ഓക്കെ, മറ്റൊരു ദിവസം വേണമെങ്കിൽ മറ്റൊരു വിഷയമായിട്ട് ഈ ലാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റൊരു വിഷയമായിട്ട് ഞാൻ വരാം. നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തന്നെ സന്തോഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും സാറേ, വളരെ ഉപകാരപ്രദമാണ്. താങ്ക് യു സാർ. ഓക്കെ, വളരെ നല്ല ക്ലാസ്. നന്ദി, വളരെ നന്ദി. ഓക്കെ, താങ്ക് യു, ബൈ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ജെയിംസ് സാറിനോട് നന്ദി പറയാം. വളരെ ആധികാരികമായ കുറേ വിവരങ്ങളാണ് ജെയിംസ് സാർ സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ തന്നെ ജെയിംസ് സാറിനെ നേരിട്ട് വിളിക്കുന്നതിനും കുഴപ്പമില്ല. ആ ചാറ്റിൽ ഇട്ടിരിക്കുന്ന നമ്പറിൽ ഒരു ഡിജിറ്റ് വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു സാറേ. ഓക്കെ 9447464502. 464502 ആണ് കേട്ടോ. ജിംഷാർ നമസ്കാരം. വളരെ ഇൻഫോർമേറ്റീവ് ആണ്, വളരെ എക്സൈറ്റിംഗ് ആണ്. ഒരുപാട് താങ്ക്സ്. ഒരുപക്ഷെ ഈ ഒരു മേഖലയെ കുറിച്ച് ഇത്രയും അവഗാഹത്തില് അധികം ആൾക്ക് അറിയില്ല, അധികം കാര്യങ്ങളെ. എക്സലന്റ് സാർ. വളരെ വളരെ BTR കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാറിനുള്ള നന്ദി ഞാനും അറിയിക്കുകയാണ്. സാറിന് അതുപോലെ കോട്ടയത്ത് കാണാനായിരുന്നു. നമ്മുടെ അജ്ഞത കൊണ്ടും ഉദാസീനത കൊണ്ടും പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വളരെയേറെ നല്ല ക്ലാസ്സായിരുന്നു. താങ്ക് യു. സാർ ഒരുപക്ഷെ ഒരു ഏജ് കഴിയുമ്പോഴായിരിക്കും സ്വത്തിനെ കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാവുക. ആ സമയത്താണ് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, ബൈ. താങ്ക് യു സാർ. ബൈ.